ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൽസ്കോർ അക്കാദമിയിലേക്ക് സ്വാഗതം. ക്ലാസ് 10th ബയോളജിയിലെ ചാപ്റ്റർ 3 ആയിട്ടുള്ള സംവേദനങ്ങൾക്ക് പിന്നിൽ എന്ന പാഠത്തിൻ്റെ പാർട്ട് 4ലേക്കാണ് നമ്മളിന്ന് കിടക്കുന്നത്. കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നത് കണ്ണിനെക്കുറിച്ചും കേൾവിയെക്കുറിച്ചും കേൾവിയായിട്ട് നമ്മുടെ കേൾവി എന്ന അനുഭവം എങ്ങനെ ഉണ്ടാവുന്നതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ചെവിയെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ പാട്ടിൽ നമ്മൾ അതിൻ്റെ കണ്ടിന്യൂഷനാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ചെവി എന്ന് പറയുന്നത് വെറും കേൾവിക്ക് വേണ്ടി മാത്രമല്ല, അത് ശരീര തുലനില പാലിക്കുന്നതിലും പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ശരീര തുലനില പാലിക്കുന്നതിൽ അല്ലെങ്കിൽ നമ്മുടെ ബോഡി ബാലൻസിങ്ങിൽ ആന്തരകർണമാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ചെവിയുടെ ആന്തരകർണമാണ് പങ്ക് വഹിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചെവിയുടെ ആന്തരകർണത്തിൽ എന്തൊക്കെയുള്ളത് നമുക്കറിയാം. സെമി സർക്കുലർ കനാലും കോക്ലിയും ഒക്കെയാണെന്ന് അറിയാം. അപ്പോൾ നമുക്ക് ഈ നമ്മുടെ ചെവി എങ്ങനെയാണ് ശരീര തുലനനില പാലിക്കുന്നതെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ 3 സെമി സർക്കുലാർ കനാലുകൾ, എന്താണ് 3 സെമി സർക്കുലാർ കനാലുകളും വെസ്റ്റിബ്യൂളും രോമകോശങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന വെസ്റ്റിബുലാർ സിസ്റ്റമാണ് ആന്തരകർണത്തിലെ തുലനനില പാലിക്കുന്ന ഭാഗങ്ങൾ. ആന്തരകർണത്തിലെ തുലനനില പാലിക്കുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണ്? 3 സെമി സർക്കുലാർ കനാലുകളും വെസ്റ്റിബ്യൂളും രോമകോശങ്ങൾ ഹെയർ സെൽസും ഉൾപ്പെടുന്ന ഒരു വെസ്റ്റിബുലാർ സിസ്റ്റം. നമ്മുടെ ആന്തരകർണത്തിൽ ഒരു വെസ്റ്റിബുലാർ സിസ്റ്റം ഉണ്ട്. ആ വെസ്റ്റിബുലാർ സിസ്റ്റത്തിൽ എന്തൊക്കെയാണ് ഉൾപ്പെട്ടിട്ടുള്ളത്? 3 സെമി സർക്കുലാർ കനാലുകളും വെസ്റ്റിബ്യൂളും പിന്നെ രോമകോശങ്ങളും ഇവ ഉൾപ്പെടുന്ന ഒരു വെസ്റ്റിബുലാർ സിസ്റ്റമാണ് ആന്തരകർണത്തിലെ തുലനനില പാലിക്കുന്ന ഭാഗങ്ങൾ. പരസ്പരം ലംബമായിട്ട് ക്രമീകരിച്ചിരിക്കുന്ന 3 കനാലുകളിലെയും എൻഡോലിംഫ്, നമ്മുടെ സെമി സർക്കുലാർ കനാലില്ലേ, 3 സെമി സർക്കുലാർ കനാൽ, ആ ഒരു സെമി സർക്കുലാർ കനാലിൽ ഈ 3 കനാലുകൾ എങ്ങനെയാണ് ക്രമീകരിച്ചിട്ടുള്ളത്? പരസ്പരം ലംബമായിട്ട് ക്രമീകരിച്ചിരിക്കുന്ന 3 കനാലുകളിലും എന്തുണ്ട്? എൻഡോലിംഫ്. നമ്മൾ പറഞ്ഞു എൻഡോലിംഫ്, പെരിലിംഫ് എന്ന് പറഞ്ഞിട്ടുള്ള ദ്രവങ്ങളെ കുറിച്ച് പറഞ്ഞില്ലേ. ആ ഒരു 3 കനാലുകളിലും ഉള്ള എൻഡോലിംഫ് തലയുടെ ഭ്രമണ ചലനങ്ങൾക്കനുസരിച്ച് ചലിക്കും. ആ 3 കനാലുകളിൽ, ആ 3 സെമി സർക്കുലാർ കനാലുകളിൽ പരസ്പരം ലംബമായിട്ട് ക്രമീകരിച്ചിരിക്കുന്ന 3 കനാലുകളിലെയും എൻഡോലിംഫ് തലയുടെ ഭ്രമണ ചലനങ്ങൾക്കനുസരിച്ച്, അതായത് തലയുടെ ആംഗുലാർ മൂവ്മെൻറ്റ്, ആ ഒരു റൊട്ടേഷണൽ മൂവ്മെൻ്റ് ഇല്ലേ, തലയുടെ റൊട്ടേഷണൽ മൂവ്മെൻറ്റ്, ആ ഒരു ഭ്രമണ ചലനങ്ങൾക്കനുസരിച്ച് ചലിക്കും. അതിൻ്റെ ചലനഫലമായിട്ട് അവിടെയുള്ള രോമകോശങ്ങൾ എന്ത് ചെയ്യും? ഉദ്ദീപിക്കപ്പെട്ടിട്ട് ആവേഗങ്ങൾ ഉണ്ടാകുന്നു. ഓക്കെ, ക്ലിയർ അല്ലേ? അങ്ങനെയാണ് അവിടെ ഒരു ആവേഗങ്ങൾ ഉണ്ടാവുന്നുണ്ട്. എങ്ങനെയാണ്? 3 കനാലുകളില്ലേ, നമ്മുടെ 3 കനാലുകളിലെയും എൻഡോലിംഫ് തലയുടെ ഭ്രമണ ചലനങ്ങൾക്കനുസരിച്ച് ചലിക്കും. അതിൻ്റെ ചലനഫലമായിട്ട് അവിടെയുള്ള രോമകോശങ്ങൾ ഉദ്ദീപിക്കപ്പെട്ടിട്ട് അവിടെ ഒരു ആവേഗം ഉണ്ടാകുന്നുണ്ട്. ഇനി വെസ്റ്റിബ്യൂൾ നമ്മൾ പറഞ്ഞു. ഈ വെസ്റ്റിബ്യൂൾ എന്ന അറയിൽ യൂട്രിക്കിളും സാക്യൂളും രോമകോശങ്ങളെ ഉൾക്കൊള്ളുന്നുണ്ട്. ഈ ഒരു വെസ്റ്റിബ്യൂൾ അറയിൽ യൂട്രിക്കിളും സാക്യൂളും ഉണ്ട്. അതിലും എന്തുണ്ട്? ഹെയർ സെൽസ് ഉണ്ട്. ഓക്കെ, അങ്ങനെ തലയുടെ രേഖീയ ചലനങ്ങൾ, തലയുടെ ലീനിയർ മൂവ്മെന്റ്സ് ഇല്ലേ, നമ്മുടെ തലയുടെ ലീനിയർ മൂവ്മെന്റ്സ് ഈ രോമകോശങ്ങളിൽ ആവേഗങ്ങൾ ഉണ്ടാക്കും. തലയുടെ ആംഗുലാർ തലയുടെ റൊട്ടേഷണൽ മൂവ്മെന്റ് അല്ലെങ്കിൽ തലയുടെ ഭ്രമണ ചലനം എന്താണ്? 3 കനാലുകളിലെയും എൻഡോലിംഫിൽ ചലനം ഉണ്ടായിട്ടാണ് അവിടുത്തെ രോമകോശങ്ങൾ ഉദ്ദീപിക്കപ്പെട്ടിട്ട് അവിടെ ഒരു ആവേഗങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഇവിടെ എന്താണ്? നമ്മുടെ വെസ്റ്റിബ്യൂളിലുള്ള യൂട്രിക്കിളും സാക്യൂളിലും രോമകോശങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ തലയുടെ രേഖീയ ചലനം, ലീനിയർ മൂവ്മെന്റ് എന്താണ്? ഈ രോമകോശങ്ങളിൽ ആവേഗങ്ങൾ ഉണ്ടാക്കും, യൂട്രിക്കിളിലും സാക്യൂളിലും ഉള്ള ഈ ആവേഗങ്ങൾ, ഈ 2 ആവേഗങ്ങളും വെസ്റ്റിബുലാർ നാഡി വഴി, ഒരു വെസ്റ്റിബുലാർ നെർവ് ഉണ്ട്, ആ ഒരു വെസ്റ്റിബുലാർ നാഡി വഴി മസ്തിഷ്കത്തിൽ എത്തുമ്പോൾ കണ്ണുകളിൽ നിന്നും പേശികളിൽ നിന്നുമുള്ള മറ്റ് ആവേഗങ്ങളെയും സ്വീകരിച്ചിട്ട് എന്താണ്? ഈ ആവേഗങ്ങൾ വെസ്റ്റിബുലാർ നാഡി വഴി എവിടെ എത്തും? മസ്തിഷ്കത്തിലെത്തുമ്പോൾ കണ്ണുകളിൽ നിന്നും പേശികളിൽ നിന്നും മറ്റ് ആവേഗങ്ങളെയും, നമ്മുടെ കണ്ണിൽ നിന്നും പേശികളിൽ നിന്നൊക്കെ മറ്റ് ആവേഗങ്ങളെയും കൂടി സ്വീകരിച്ചിട്ട് ശരീര തുലനനില പാലിക്കുന്നുണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? ശരീര തുലനനില. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസ് ആയിട്ട് ചോദിക്കാം. ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കേണ്ട കാര്യമാണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. പ്രകൃതി മനുഷ്യന് നൽകിയ ഒരു കഴിവാണ് കേൾവി എന്ന് പറയുന്നത്. തരംഗ രൂപത്തിലാണ് നമ്മുടെ ശബ്ദം സഞ്ചരിക്കുക. അപ്പോൾ ഈ തരംഗ രൂപത്തിൽ സഞ്ചരിക്കുന്ന ശബ്ദത്തിന് ഒരു മാധ്യമത്തിൽ കൂടി മാത്രമേ സഞ്ചരിക്കാൻ കഴിയൂ. ഒരു പശ്ചാത്തല ശബ്ദവും ഇല്ലാത്ത അവസ്ഥയിൽ കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തെ 0 ഡെസിബൽ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്.
ഓക്കെ, ഓരോ 10 ഡെസിബലിലും ശബ്ദ തീവ്രത 10 ഇരട്ടി കൂടുന്നുണ്ട്. സാധാരണ സംഭാഷണത്തിൽ കേൾക്കുന്ന ശബ്ദ തീവ്രത, നമ്മുടെ സാധാരണ സംഭാഷണത്തിൽ കേൾക്കുന്ന ശബ്ദ തീവ്രത എത്ര ഡെസിബലാണ്? 40 മുതൽ 50 വരെ ഡെസിബലാണ്. ഉച്ചത്തിൽ സംസാരിക്കുമ്പോൾ അത് 60 ഡെസിബൽ വരെ ആകും. കാറുകളുടെ ഹോണിന്റെ സാധാരണ ശബ്ദം 70 ഡെസിബലാണ്. എയർ ഹോണിൻ്റെത് 100 മുതൽ 110 വരെ ഡെസിബലാണ്. നമ്മുടെ സാധാരണ സംഭാഷണത്തിൽ സാധാരണ സംഭാഷണത്തിൽ കേൾക്കുന്ന ശബ്ദ തീവ്രത 40 to 50 ആണ്. ഉച്ചത്തിൽ സംസാരിക്കുമ്പോൾ അത് 60 ആകും. കാറുകളുടെ ഹോണിന്റെ സാധാരണ ശബ്ദം 70 ഡെസിബൽ ആണെങ്കിൽ എയർ ഹോണിൻ്റെത് 100 മുതൽ 110 വരെയാണ്. 80 ഡെസിബലിന് മുകളിൽ തീവ്രതയുള്ള ശബ്ദം അത്യന്തം അരോചകമാണ്. 80 ഡെസിബലിന് മുകളിലായ തന്നെ ശബ്ദം അത്യന്തം നമുക്കൊരു അരോചകരമാണ്. ഇന്ന് നാം അനുഭവിക്കുന്ന പരിസര മലിനീകരണമില്ല, അതിൽ ഏറ്റവും ദോഷകരമായതും എന്നാൽ വിസ്മരിക്കപ്പെടുന്നതുമായ വിപത്താണ് ശബ്ദ മലിനീകരണം. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന പരിസര മലിനീകരണത്തിൽ ഏറ്റവും ദോഷകരമായതും എന്നാൽ വിസ്മരിക്കപ്പെടുന്നതുമായിട്ടുള്ള ഒരു വിപത്താണ് ശബ്ദ മലിനീകരണം. അമിത ശബ്ദം 85 ഡെസിബലിൽ കുറവ്. കുറച്ച് സമയം കേട്ടാലും കുറഞ്ഞ ശബ്ദം 55 ഡെസിബലിൽ കുറവ്. കൂടുതൽ സമയം കേട്ടാലും സ്ഥായിയായ കേൾവിക്കുറവിന് കാരണമാവും. അമിത ശബ്ദമായിട്ടുള്ള 85 ഡെസിബലിൽ കുറഞ്ഞിട്ടുള്ള, അത് കുറച്ച് സമയം കേട്ടാലും, ഒരു അമിതമായിട്ടുള്ള ശബ്ദമില്ലേ, അത് കുറച്ച് സമയം കേട്ടാലും, കുറഞ്ഞ ശബ്ദം കൂടുതൽ സമയം കേട്ടാലും നമ്മുടെ കേൾവിക്കുറവിന് കാരണമാവും. നമ്മൾ ഒരു ഒച്ചത്തിലുള്ള ശബ്ദം, അമിതമായിട്ടുള്ള ശബ്ദം കുറേ സമയം കേൾക്കുന്നു, ഒരു ചെറിയ സൗണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കൂടുതൽ സമയം കേൾക്കുന്നു. അപ്പോൾ എന്താവും, നമ്മുടെ ഒരു കുറവിന് അവിടെ കാരണമാവും. ഇതൊന്ന് ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. അടുത്ത നമ്മളിപ്പോൾ കേൾവിയെ കുറിച്ച് പറഞ്ഞു, കാഴ്ചയെ കുറിച്ച് പറഞ്ഞു. ഇനി ഗന്ധം. ഗന്ധം. നമ്മുടെ ഇന്ദ്രിയങ്ങളിൽ പരസ്പരം ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന 2 അവയവമാണ് നാക്കും മൂക്കും. അതായത് നാവും മൂക്കും. നമ്മുടെ ഇന്ദ്രിയങ്ങളിൽ നമുക്കറിയാം, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ ഏതൊക്കെയാണ്? കണ്ണ്, ചെവി, നാവ്, മൂക്ക്, ത്വക്ക്. അതിൽ ആ ഇന്ദ്രിയങ്ങളിൽ പരസ്പരം ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന 2 അവയവമാണ് നാക്കും മൂക്കും. നമ്മൾ ശ്വസിക്കൂലേ, ആ സമയത്ത് ഗന്ധകണികകൾ എന്ത് ചെയ്യും? നാസഗഹ്വരത്തിൽ പ്രവേശിക്കുന്നു. നമ്മുടെ നാസദ്വാരം, ആ ഒരു നാസദ്വാരത്തിലേക്ക് പ്രവേശിക്കുക. നമ്മൾ ശ്വസിക്കുമ്പോൾ, നമ്മൾ ശ്വാസം എടുക്കുമ്പോൾ ഗന്ധകണികകൾ, ആ ഒരു ഗന്ധകണികകൾ നമ്മുടെ നാസഗഹ്വരത്തിൽ പ്രവേശിക്കുന്നു. ശ്ലേഷ്മസ്തരം, നമ്മുടെ മൂക്കിലുള്ള ശ്ലേഷ്മസ്തരം ഉൽപ്പാദിപ്പിക്കുന്ന ശ്ലേഷ്മത്തിൽ എന്ത് ചെയ്യുന്നു? ആ ഗന്ധകണികകൾ ലയിക്കുന്നു. ശ്ലേഷ്മസ്തരത്തിലെ ദശലക്ഷക്കണക്കിന് ഗന്ധഗ്രാഹികളായ ന്യൂറോണുകൾ ഓരോന്നും പ്രത്യേകതരം ഗന്ധകണികളാൽ ഉദ്ദീപിക്കപ്പെടുന്നു. അതായത് നമ്മുടെ ശ്ലേഷ്മസ്തരത്തിൽ ദശലക്ഷക്കണക്കിന് ഗന്ധഗ്രാഹികളായിട്ടുള്ള ന്യൂറോണുകൾ, അവ ഓരോന്നും പ്രത്യേകതരം ഗന്ധകണികളാൽ ഉദ്ദീപിക്കപ്പെടുന്നുണ്ട്. ഗ്രാഹികളിലെ ആവേഗങ്ങൾ ഉണ്ടാകുകയും അവ ഗന്ധനാഡിയിലൂടെ മസ്തിഷ്കത്തിലെത്തി ഗന്ധം തിരിച്ചറിയുന്ന ഭാഗത്തെത്തി ഗന്ധം അനുഭവവേദ്യമാവുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ഗ്രാഹികളിൽ എന്തുണ്ടാകും? ആവേഗങ്ങൾ ഉണ്ടാകും. അവ ഉദ്ദീപിക്കപ്പെടുമ്പോൾ അവയിൽ എന്തുണ്ടാകും? ആവേഗങ്ങൾ ഉണ്ടാവുകയും അവ ഗന്ധനാഡിയിലൂടെ ഗന്ധം നമ്മുടെ മസ്തിഷ്കത്തിലേക്ക് എത്തിക്കുന്ന നാഡിയാണ് ഗന്ധനാഡി. ആ ഗന്ധനാഡിയിലൂടെ മസ്തിഷ്കത്തിലെത്തി ഗന്ധം തിരിച്ചറിയുന്ന ഭാഗത്തെത്തും. മസ്തിഷ്കത്തിലെ ഗന്ധം തിരിച്ചറിയുന്ന ഭാഗത്തെത്തിയിട്ട് നമുക്ക് ഗന്ധം എന്നൊരു അനുഭവം ഉണ്ടാകുന്നു. സിമ്പിളാണ്. നമ്മൾ ശ്വസിക്കുമ്പോൾ ഗന്ധകണികകൾ നമ്മുടെ നാസദ്വാരത്തിലൂടെ അല്ലെങ്കിൽ നാസാഗഹ്വരത്തിലൂടെ നാസാഗഹ്വരത്തിലേക്ക് പ്രവേശിക്കുന്നു. ശ്ലേഷ്മസ്തരം ഉൽപ്പാദിപ്പിക്കുന്ന ശ്ലേഷ്മത്തിൽ എന്ത് ചെയ്യുന്നു? അത് ലയിക്കുന്നു. ശ്ലേഷ്മസ്തരത്തിലെ ദശലക്ഷക്കണക്കിന് ഗന്ധഗ്രാഹികളായിട്ടുള്ള ന്യൂറോണുകൾ ഓരോന്നും പ്രത്യേകതരം ഗന്ധകണികളാൽ ഉദ്ദീപിക്കപ്പെടുന്നു. ഇതിൽ നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ എഴുതിയാൽ മതി, ശ്ലേഷ്മസ്തരത്തിലെ ഗന്ധഗ്രാഹികൾ ഉദ്ദീപിക്കപ്പെടുന്നു. അങ്ങനെയായാലും എഴുതി വെച്ചാൽ മതി. നിങ്ങൾക്ക് ഇത് ഫുള്ളായിട്ട് എഴുതാൻ പറ്റുന്നില്ലെങ്കിൽ സിമ്പിളായിട്ട് അങ്ങനെ എഴുതുക. ഈ ഗ്രാഹികളിൽ എന്ത് ചെയ്യുന്നു? ആവേഗങ്ങൾ ഉണ്ടാകുന്നു. അത് ഉദ്ദീപിക്കപ്പെടുമ്പോൾ അവയിൽ ആവേഗങ്ങൾ ഉണ്ടായിട്ട് ആ ആവേഗങ്ങൾ ഗന്ധനാഡിയിലൂടെ മസ്തിഷ്കത്തിലെ ഗന്ധം തിരിച്ചറിയുന്ന ഭാഗത്തെത്തിയിട്ട് ഗന്ധം നമുക്ക് അനുഭവപ്പെടുന്നു. ഓക്കെ, അപ്പം ഇതിൽ ഒന്നുമില്ല, നമ്മുടെ ഗന്ധകണികകൾ കാണിക്കുന്നുണ്ട്. അപ്പം ഈ ഗന്ധകണികകൾ ശ്ലേഷ്മസ്തരം ശ്ലേഷ്മത്തെ ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പോൾ ആവേഗങ്ങൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഗന്ധനാഡികളുടെ കൂട്ടത്തിലേക്ക് പോകുന്നു. ഈ ഗന്ധനാഡികളാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു ഗന്ധനാഡികളാണ് ആവേഗങ്ങളെ മസ്തിഷ്കത്തിലെ ഗന്ധം തിരിച്ചറിയുന്ന ഭാഗത്തെത്തിച്ചിട്ട് നമ്മൾക്ക് ഗന്ധം എന്നൊരു അനുഭവം ഉണ്ടാവുന്നത്. അപ്പോൾ ഇതിലൂടെ നിങ്ങൾക്ക് നോക്കാം. ഗന്ധകണിക ശ്ലേഷ്മസ്തരത്തിലെ ശ്ലേഷ്മത്തിൽ ലയിക്കുന്നു. ഓക്കെ, ഗന്ധകണിക ശ്ലേഷ്മസ്തരത്തിലെ ഇവിടെ എന്താ എഴുതേണ്ടത്? ശ്ലേഷ്മത്തിൽ ലയിക്കുന്നു.
ഗന്ധഗ്രാഹിയിലെ പോയിട്ട് ഇവിടെ എന്താണ് ഗന്ധഗ്രാഹി എന്ത് ചെയ്യുന്നു ഉദ്ദീപിക്കപ്പെടുന്നു. എന്താണ് ഉദ്ദീപിക്കപ്പെടുന്നു. ഗന്ധനാഡി എന്ത് ചെയ്യുന്നു ആവേഗങ്ങളെ മസ്തിഷ്കത്തിലേക്ക് എത്തിക്കുന്നുണ്ട്. മസ്തിഷ്കം എന്ത് ചെയ്യുന്നു ഗന്ധം എന്ന അനുഭവം തിരിച്ചറിയുന്നു അല്ലെങ്കിൽ ഗന്ധം തിരിച്ചറിയുന്നു എന്ന് എഴുതുക. ഓക്കെ, എന്താ ഗന്ധകണിക ശ്ലേഷ്മസ്തരത്തിലെ ശ്ലേഷ്മത്തിൽ ലയിക്കുന്നു. ഇവിടെ ഗന്ധഗ്രാഹി ഉദ്ദീപിക്കപ്പെടുന്നു. ഗന്ധനാഡി ആവേഗങ്ങളെ മസ്തിഷ്കത്തിൽ എത്തിക്കുന്നു. മസ്തിഷ്കം ആവേഗങ്ങളെ മസ്തിഷ്കം ഗന്ധത്തെ തിരിച്ചറിയുന്നു അല്ലെങ്കിൽ ഗന്ധത്തെ അനുഭവവേദ്യമാക്കുന്നു. ഓക്കെ, ഇനി രുചി. എന്താണ് രുചി? രുചിക്കുന്നതിന് മുമ്പ് തന്നെ ഭക്ഷണത്തിന്റെ ഗന്ധം. നമ്മൾ ഇത്രയും സമയം എന്തൊക്കെ പറഞ്ഞു? നമ്മൾ ഗന്ധം പറഞ്ഞു, കേൾവി പറഞ്ഞു, കാഴ്ച പറഞ്ഞു. അടുത്തത് രുചിയാണ്. അപ്പം രുചിക്കുന്നതിന് മുമ്പ് തന്നെ ഭക്ഷണത്തിന്റെ ഗന്ധം തിരിച്ചറിയുന്നതിലൂടെ വൈവിധ്യമാർന്ന രുചികൾ ആസ്വദിക്കാൻ കഴിയുന്നു. നമ്മൾ ഒരു ഭക്ഷണം രുചിക്കുന്നതിന് മുമ്പ് തന്നെ ആ ഒരു ഭക്ഷണത്തിന്റെ ഗന്ധം നമ്മൾ തിരിച്ചറിയും. ഏതൊരു ഭക്ഷണത്തിനും ഒരു ഗന്ധം ഉണ്ടാവും, അത് നമ്മൾ തിരിച്ചറിയും. അതിലൂടെ തന്നെ വൈവിധ്യമാർന്ന രുചികൾ നമുക്ക് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് കഴിയും. ഭക്ഷണത്തിന്റെ സ്വാഭാവിക രുചികൾ മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കുന്ന രുചിമുകുളങ്ങൾ ഭക്ഷണം ആസ്വദിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. ഭക്ഷണത്തിന്റെ സ്വാഭാവിക രുചികൾ പുളി, മധുരം, ഉപ്പ്, ആ ഒരു അതില്ലേ, അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മെ സഹായിക്കുന്നത് രുചിമുകുളങ്ങളാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ടേസ്റ്റ് ബഡ്സ്. നമ്മുടെ നാവിലുണ്ടാവുന്ന ടേസ്റ്റ് ബഡ്സ് ആണ്. ആ ഒരു രുചിമുകുളങ്ങൾ ഭക്ഷണം ആസ്വദിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. കൃത്രിമ അഡിറ്റീവുകളോ ദോഷകരമായ വസ്തുക്കളോ നൽകുന്ന രുചിയേക്കാൾ പ്രകൃതിദത്ത ചേരുവകൾ തരുന്ന രുചികരമായ ഭക്ഷണമാണ് സുരക്ഷിതത്വവും ആരോഗ്യവും. സുരക്ഷിതവും ആരോഗ്യവും ഏത് ഭക്ഷണമാണ്? നമ്മൾ കൃത്രിമമായിട്ടുള്ള അഡിറ്റീവുകളോ അല്ലെങ്കിൽ ദോഷകരമായിട്ടുള്ള വസ്തുക്കൾ, എന്തൊക്കെയോ ദോഷകരമായിട്ടുള്ള വസ്തുക്കൾ നമ്മുടെ രുചിക്ക് വേണ്ടി ചേർക്കൂലേ, അതൊക്കെ നൽകുന്ന രുചിയേക്കാൾ നമ്മുടെ പ്രകൃതിദത്ത ചേരുവകൾ തരുന്ന രുചികരമായ ഭക്ഷണമാണ് സുരക്ഷിതവും ആരോഗ്യവും. ഇതൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. രുചിമുകുളങ്ങൾ ഭക്ഷണം ആസ്വദിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. ഇത് രുചിമുകുളങ്ങൾ മറക്കല്ലേ. ഇതിൽ നിങ്ങൾക്ക് കാണാം നമ്മുടെ നാക്കിൽ പാപ്പില ഉണ്ട്. ആ പാപ്പിലയിലാണ് എന്തുള്ളത്? രുചിമുകുളം ഉള്ളത്. ഇത് ന്യൂറോണാണ്. ഇതാണ് രാസഗ്രാഹികൾ. ഇതാണ് രുചിമുകുളം. ഈ രുചിമുകുളത്തിൽ രാസഗ്രാഹികൾ കാണുന്നില്ലേ? രുചിമുകുളത്തിൽ രാസഗ്രാഹികളുണ്ട്. ആ രാസഗ്രാഹികളാണ് രുചിയെ തിരിച്ചറിയുന്നത് രുചിമുകുളത്തിലുള്ള. അപ്പം നാക്കിൽ പാപ്പിലയിലാണ് രുചിമുകുളം ഉണ്ടാവുന്നത്. ഓക്കെ, ആ ഒരു രുചിമുകുളത്തിലാണ് രാസഗ്രാഹികൾ ഉള്ളത്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് നോക്കാം. രുചിമുകുളത്തിൽ 100ഓളം രാസഗ്രാഹികൾ ഉണ്ടാവും. എന്താണ്? രുചിമുകുളത്തിൽ എത്ര രാസഗ്രാഹികൾ ഉണ്ടാവും? 100ഓളം രാസഗ്രാഹികൾ ഉണ്ടാവും. ഓരോ രാസഗ്രാഹിയിൽ നിന്നും ഓരോ മൈക്രോവില്ലസ് പാപ്പിലകളിലെ സൂക്ഷ്മ സുഷിരത്തിലെത്തുന്നു. ഓരോ രാസഗ്രാഹിയിൽ നിന്നും ഓരോ മൈക്രോവില്ലസ്, നമ്മൾ പറഞ്ഞു 100ഓളം രാസഗ്രാഹി എവിടെ ഉണ്ടാവും? രുചിമുകുളത്തിൽ ഉണ്ടാവും. അങ്ങനെ ആ 100ഓളം രാസഗ്രാഹികളിൽ ഓരോ രാസഗ്രാഹിയിൽ നിന്നും ഓരോ മൈക്രോവില്ലസ് എവിടെ എത്തും? പാപ്പിലകളിലെ സുഷിരത്തിലെത്തും. പാപ്പിലകളിലെ സൂക്ഷ്മ സുഷിരത്തിൽ ഓരോ രാസഗ്രാഹിയിൽ നിന്നും ഓരോ മൈക്രോവില്ലസ് എത്തും. ഈ സുഷിരത്തിലൂടെ എന്ത് ചെയ്യും? ഉമിനീർ ഉള്ളിലേക്ക് കടക്കും. ആ ഒരു സൂക്ഷ്മ സുഷിരത്തിലെത്തുന്നുണ്ടല്ലോ, ആ സുഷിരത്തിലൂടെ മൈക്രോവില്ലസ് പാപ്പിലകളിലെ സൂക്ഷ്മ സുഷിരത്തിലെത്തുന്നുണ്ട്. ആ ഒരു സുഷിരത്തിലൂടെ ഉമിനീർ എന്ത് ചെയ്യും? ഉള്ളിലേക്ക് കടക്കും. രുചി അറിയിക്കേണ്ട പദാർത്ഥങ്ങൾ ഉമിനീരിൽ ലയിച്ച് രാസഗ്രാഹികളെ ഉദ്ദീപിക്കുന്നു. നമ്മൾക്ക് രുചി അറിയിക്കേണ്ട പദാർത്ഥങ്ങൾ ഉണ്ടാവില്ലേ, ആ പദാർത്ഥങ്ങൾ ഉമിനീരിൽ ലയിക്കും. ഉമിനീരിൽ ലയിച്ചിട്ട് രാസഗ്രാഹികളെ ഉദ്ദീപിക്കപ്പെടുന്നു. ഈ തന്മാത്രകൾ രാസഗ്രാഹികളിൽ ഉണ്ടാക്കുന്ന ആവേഗങ്ങൾ നാഡി വഴി മസ്തിഷ്കത്തിലെത്തി രുചി എന്ന അനുഭവം ഉണ്ടാവും. അപ്പോൾ ഈ ഒരു തന്മാത്രകളില്ലേ, രുചി അറിയിക്കേണ്ട പദാർത്ഥങ്ങൾ ഉമിനീരിൽ ലയിച്ചിട്ട് രാസഗ്രാഹികൾ ഉദ്ദീപിക്കപ്പെടുന്നുണ്ട്. എന്നിട്ട് ആ തന്മാത്രകൾ രാസഗ്രാഹികളിൽ ഉണ്ടാക്കുന്ന ആവേഗങ്ങൾ രാസഗ്രാഹികളിൽ ഉണ്ടാക്കുന്ന ആവേഗങ്ങൾ നാഡി വഴി എന്ത് ചെയ്യും? മസ്തിഷ്കത്തിലെത്തിയിട്ട് രുചി എന്ന അനുഭവം ഉണ്ടാവുന്നു. ക്ലിയർ അല്ലേ? ഓരോ രാസഗ്രാഹിയിൽ നിന്നും ഓരോ മൈക്രോവില്ലസ് എന്ത് ചെയ്യുന്നു? പാപ്പിലകളിലെ സൂക്ഷ്മ സുഷിരത്തിലെത്തുന്നുണ്ട്. എന്നിട്ട് ആ സുഷിരത്തിലൂടെ ഉമിനീർ ഉള്ളിലേക്ക് കടക്കും. രുചി അറിയിക്കേണ്ട പദാർത്ഥങ്ങൾ, നമ്മുടെ ഭക്ഷണത്തിൽ രുചി അറിയിക്കേണ്ട പദാർത്ഥങ്ങൾ ഉണ്ടാവുമല്ലോ, അത് ഉമിനീരിൽ ലയിച്ചിട്ട് രാസഗ്രാഹികളെ ഉദ്ദീപിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് ആ തന്മാത്രകൾ, ആ രുചി അറിയിക്കേണ്ട പദാർത്ഥങ്ങൾ ആ ഒരു പദാർത്ഥങ്ങളിലുള്ള തന്മാത്രകളില്ലേ, അത് രാസഗ്രാഹികളിൽ ഉണ്ടാകുന്ന ആവേഗങ്ങൾ എന്ത് ചെയ്യുന്നു? ആ ഒരു ഇമ്പൾസ് നാഡി വഴി മസ്തിഷ്കത്തിലെത്തിയിട്ട് രുചി എന്നൊരു അനുഭവം ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അപ്പം മധുരം, പുളിപ്പ്, ചവർപ്പ്, ഉപ്പ്, കയ്പ്പ്, ഉമാമി എന്നിവയാണ് നാം തിരിച്ചറിയുന്ന പ്രധാന രുചികൾ. നമ്മൾ തിരിച്ചറിയുന്ന പ്രധാന രുചികൾ ഏതൊക്കെയാണ്? മധുരം നമുക്കറിയാം, പുളിപ്പ് നമുക്കറിയാം, ചവർപ്പ്,
ഉപ്പ്, കയ്പ്പ്. ഉമാമി എന്ന് പറയുന്നത് ജാപ്പനീസിൽ ഡെലീഷ്യസ് എന്ന് പറയും. ഉമാമി എന്ന് പറയുന്നത് ആ ഒരു ഇതാണ്. എന്നിവയാണ് നാം തിരിച്ചറിയുന്ന പ്രധാന രുചികൾ. ഈ പ്രധാന രുചികൾ പഠിച്ചു വെക്കണം. ഉമാമി മാത്രമേ നിങ്ങൾ കേട്ട് പരിചയമില്ലാത്തത് ഉണ്ടാവുള്ളൂ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോവാം. ഇവിടെ ഇത് കൊടുത്തിട്ടുണ്ട്, ഗ്രാഹികളും അനുഭവങ്ങളും. പ്രക്രിയ കൊടുത്തിട്ടുണ്ട്, ഗന്ധം കൊടുത്തിട്ടുണ്ട്, രുചി, ഗന്ധവും രുചിയും. അപ്പോൾ പദാർത്ഥങ്ങൾ ലയിക്കുന്ന ദ്രവം. ഗന്ധത്തിലെ പദാർത്ഥങ്ങൾ ഏത് ദ്രവത്തിലാണ് ലയിക്കുക? ഗന്ധത്തിലെ പദാർത്ഥങ്ങൾ ശ്ലേഷ്മത്തിലാണ് ലയിക്കുന്നത്. ഓക്കെ, ശ്ലേഷ്മ സ്ഥലത്തിലുള്ള ശ്ലേഷ്മത്തിലാണ് ലയിക്കുന്നത്. രുചിയിൽ പദാർത്ഥങ്ങൾ ഉമിനീരിലാണ് ലയിക്കുന്നത്. ഉദ്ദീപിപ്പിക്കപ്പെടുന്ന ഗ്രാഹി ഏതാ? ഗന്ധത്തിൽ ഏത് ഗ്രാഹിയാണ്? ഗന്ധത്തിൽ ഗന്ധഗ്രാഹികളാണ്. രുചിയിൽ രാസഗ്രാഹികളാണ്. ആവേഗങ്ങളെ മസ്തിഷ്കത്തിൽ എത്തിക്കുന്ന നാഡി ഗന്ധത്തിൽ ഗന്ധനാഡിയാണ്. രുചിയിൽ ഒരു പ്രത്യേക നാഡി പറഞ്ഞിട്ടില്ല. ഓക്കെ, ഇത് പദാർത്ഥങ്ങൾ ലയിക്കുന്ന ദ്രവം ഗന്ധത്തിലേതാണ്? ശ്ലേഷ്മാണ്. രുചിയിൽ എന്താണ്? ഉമിനീരാണ്. ഉദ്ദീപിപ്പിക്കപ്പെടുന്ന ഗ്രാഹി ഗന്ധത്തിൽ ഗന്ധഗ്രാഹിയാണ്. രുചിയിൽ രാസഗ്രാഹിയാണ്. ആവേഗങ്ങളെ മസ്തിഷ്കത്തിൽ എത്തിക്കുന്ന നാഡി ഗന്ധത്തിൽ ഗന്ധനാഡിയാണ്. രുചിയിൽ നിങ്ങളുടെ ടെക്സ്റ്റിൽ പ്രത്യേകം മെൻഷൻ ആക്കിയിട്ട് ഒരു നാഡി പറഞ്ഞിട്ടൊന്നും ഇല്ല. ഓക്കെ, വെറും നാഡി എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, നമുക്കിനി നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോവാം. അടുത്തത് ത്വക്കാണ്. എന്താണ് ത്വക്ക്? അപ്പം ത്വക്കിലെ ഗ്രാഹികൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തത് വേദന താപനില മാറ്റങ്ങൾ സെൻസ് ചെയ്യുന്ന ഒരു ഗ്രാഹിയാണ്. വേദന താപനില മാറ്റങ്ങൾ. രണ്ടാമത്തത് ഇവിടെ പറഞ്ഞിട്ടുള്ളത് സ്പർശം, സമ്മർദ്ദം, രോമങ്ങളുടെ ചലനം, അതൊക്കെ സെൻസ് ചെയ്യുന്ന ഗ്രാഹിയാണ്. മൂന്നാമത്തെ ഗ്രാഹി ഇവിടെ ചിത്രവും കൊടുത്തിട്ടുണ്ട്. മൂന്നാമത്തെ ഗ്രാഹി എന്താണ്? വസ്തുക്കളുടെ ആകൃതി, അളവ്, ഘടന, അതൊക്കെ സെൻസ് ചെയ്യുന്നതാണ്. നാലാമത്തത് തണുപ്പ്, സ്പർശം. തണുപ്പ്, സ്പർശമൊക്കെ സെൻസ് ചെയ്യുന്ന ഒരു ഗ്രാഹി. അഞ്ചാമത്തത് തീവ്രമായിട്ടുള്ള സ്പർശം, തീവ്രമായിട്ടുള്ള ടച്ച്, പിന്നെന്താ സമ്മർദ്ദം, തീവ്രമായിട്ടുള്ള ചൂടൊക്കെ സെൻസ് ചെയ്യുന്നതാണ്. ആറാമത്തത് രോമങ്ങളുടെ ചലനത്തെ കണ്ടെത്താൻ സഹായിക്കുന്ന ഒരു ഗ്രാഹിയാണ്. ഏഴാമത്തത് കമ്പനം, ഉയർന്ന ആവൃത്തിയിലുള്ള സ്പർശം. കമ്പനം, ഉയർന്ന ആവൃത്തിയിലുള്ള സ്പർശമൊക്കെ എന്താണ്? സെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഗ്രാഹിയാണ്. അപ്പോൾ നിങ്ങൾ ഈ 7 ഗ്രാഹീൻ്റെ ചിത്രവും എന്ത് ചെയ്യുക? ഒന്ന് ഓർത്ത് വെക്കുക. ഈ ചിത്രം തന്നിട്ട് വേണമെങ്കിൽ ഈ ഗ്രാഹി എന്താണ് സെൻസ് ചെയ്യുന്നത്, എന്താണ് തിരിച്ചറിയുന്നത് എന്ന് വേണമെങ്കിൽ ചോദിക്കാം. അപ്പം ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കുക. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് തിരിയുന്നില്ല, ഒരു മരം പോലെയുള്ളത്, അതാണ് വേദന താപനില മാറ്റങ്ങളൊക്കെ സെൻസ് ചെയ്യുന്നത്. അങ്ങനെ മനസ്സിലാക്കി വെച്ചാൽ മതി. വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതൊന്ന് മനസ്സിലാക്കി വെക്കുക, അല്ലാതെ ഇന്ന് വേറെ രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കില്ല. അടുത്തത് ഇത് നിങ്ങൾക്ക് തുടർവായനക്ക് കൊടുത്തതാണ്, എന്നാലും ഞാൻ ഒന്ന് പറഞ്ഞുതരാം. ഫസ്റ്റത്തെ ഗ്രാഹി സ്വതന്ത്ര നാഡീയാഗ്രഹങ്ങളാണ്. എന്താണ്? സ്വതന്ത്ര നാഡീയാഗ്രഹങ്ങൾ. നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇതൊരു തുടർവായനക്ക് കൊടുത്തൊരു സാധനമായിരുന്നു. ഈ സ്വതന്ത്ര നാഡീയാഗ്രഹങ്ങളുടെ ധർമ്മം എന്താണ്? വേദന താപനില മാറ്റങ്ങളാണ്. ഈ 1, 2, 3, 4 എന്തിനാ അറിയോ 7 വരെ സൂചിപ്പിക്കുന്നത്? മറ്റേ ഈ ഒരു ചിത്രത്തിൽ, നമ്മൾ ഇതിന് മുമ്പ് നോക്കിയ ചിത്രത്തിൽ ഈ നമ്പേഴ്സ് ഉണ്ടാ, അതിനെയാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പം സ്വതന്ത്ര നാഡീയാഗ്രഹങ്ങൾ വേദന താപനില മാറ്റങ്ങളാണ് അത് സെൻസ് ചെയ്യുന്നത്. മെർക്കൽ ഡിസ്ക് സ്പർശം, സമ്മർദ്ദം, രോമങ്ങളുടെ ചലനം. മെയ്സ്നർ കോർപ്പസൽ വസ്തുക്കളുടെ ആകൃതി, അളവ്, ഘടന. ക്രോസൻബർഗ് തണുപ്പ്, സ്പർശമൊക്കെ. പിന്നെന്താണ്? റുഫിനി എൻഡ് ഓർഗൻ തീവ്രമായിട്ടുള്ള സ്പർശം, സമ്മർദ്ദം, ചൂട്. റൂട്ട് ഹെയർ പ്ലെക്സസ് രോമങ്ങളുടെ ചലനത്തെ കണ്ടെത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. പസീനിയൻ കോർപ്പസൽ കമ്പനം, ഉയർന്ന ആവൃത്തിയിലുള്ള സ്പർശം. ഇതൊന്നും മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, അടുത്തത് വേദന. ഇതും ആ ഒരു തുടർവായനക്ക് കൊടുത്ത ഭാഗത്തിലാണ്. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർക്കേണ്ടത് ഞാൻ പറഞ്ഞുതരാം. എന്താണ് വേദന? ക്ഷതം, മുറിവ്, രോഗാണുബാധ എന്നിവ പോലുള്ള അപകടത്തെക്കുറിച്ച് ശരീരത്തിന് മുന്നറിയിപ്പ് നൽകുന്ന സംവേദനം. നമ്മുടെ ഇതിലെന്തെങ്കിലും ഒരു ക്ഷതം ഉണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ, അല്ലെങ്കിൽ ഒരു മുറിവ്, അല്ലെങ്കിൽ ഒരു രോഗാണുബാധയൊക്കെ ഉണ്ടെങ്കിൽ അതുപോലെയുള്ള അപകടത്തെക്കുറിച്ച് ശരീരത്തിന് മുന്നറിയിപ്പ് നൽകുന്ന ഒരു സംവേദനമാണ് വേദന എന്ന് പറയുന്നത്. വേദന തിരിച്ചറിയുന്ന പ്രവർത്തനം നോസിസെപ്ഷൻ. ഇതൊരു ഇമ്പോർട്ടൻ്റാ. വേദന തിരിച്ചറിയുന്ന പ്രവർത്തനം ഏതാണ്? നോസിസെപ്ഷൻ ആണ്. നോസിസെപ്റ്ററുകൾ എന്ന സവിശേഷ ഗ്രാഹികൾ ത്വക്ക്, പേശികൾ, ആന്തരികാവയവങ്ങൾ എന്നിവയിലെമ്പാടും കാണപ്പെടുന്ന നാഡീയാഗ്രഹങ്ങളാണ്. അപ്പം നോസിസെപ്ഷൻ ആണ് വേദന തിരിച്ചറിയുന്ന പ്രവർത്തനം. അപ്പം നോസിസെപ്റ്ററുകൾ എന്ന് പറഞ്ഞിട്ടുള്ള സവിശേഷ ഗ്രാഹികൾ ത്വക്ക്, പേശികൾ, ആന്തരികാവയവങ്ങൾ എന്നിവയിലുള്ള നാഡീയാഗ്രഹങ്ങളാണ്. എന്താണ് നോസിസെപ്റ്റർ എന്ന് പറയുന്ന സവിശേഷ ഗ്രാഹികൾ
എവിടെയാണ് കാണപ്പെടുന്നത്? ത്വക്കിലും പേശിയിലും ആന്തരികാവയവങ്ങളിലും എന്നിവയിലെമ്പാടും കാണപ്പെടുന്ന നാഡീയാഗ്രങ്ങളാണ് നോസിസെപ്റ്ററുകൾ എന്ന് പറയുന്നത്. ഓക്കെ, നോസിസെപ്ഷൻ വേദന തിരിച്ചറിയുന്ന പ്രവർത്തനമാണ്. ഓക്കെ അല്ലേ? ഇനി ചൂടുള്ള പാത്രത്തിൽ തൊടുമ്പം അനുഭവപ്പെടുന്ന വേദനയാണ് നോസിസെപ്റ്റീവ് പെയിൻ. എന്താണ് നോസിസെപ്റ്റീവ് പെയിൻ? നമ്മളൊരു ചൂടുള്ള പാത്രത്തിൽ തൊടുമ്പോൾ അനുഭവപ്പെടുന്ന വേദനയാണ് നോസിസെപ്റ്റീവ് പെയിൻ. ഇവിടെ ഒരു സംവേദ ന്യൂറോൺ അല്ലെങ്കിൽ ഒരു നോസിസെപ്റ്റർ ആവേഗങ്ങൾ സുഷുമ്നാ നാഡിയിലേക്കും പിന്നീട് മസ്തിഷ്കത്തിലേക്കും കൈമാറി വേദന അനുഭവവേദ്യമാകുന്നു. അപ്പോൾ നമ്മളൊരു ചൂടുള്ള പാത്രത്തിൽ തൊടുമ്പോൾ അനുഭവപ്പെടുന്ന വേദനയാണ് നോസിസെപ്റ്റീവ് പെയിൻ എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു ചൂടുള്ള പാത്രത്തിൽ തൊടുന്ന സമയത്ത് ഒരു സംവേദന ന്യൂറോണ് അല്ലെങ്കിൽ ഒരു നോസിസെപ്റ്റർ എന്ത് ചെയ്യുന്നു? ആവേഗങ്ങളെ, ഒരു ഇമ്പൾസിനെ നമ്മുടെ സുഷുമ്നാ നാഡിയിലേക്കും, നമ്മുടെ സുഷുമ്നാ നാഡിയില്ലേ ആ ഒരു സ്പൈനൽ കോഡിന്റെ ആ ഒരു സുഷുമ്നാ നാഡിയിലേക്കും പിന്നീട് എവിടത്തേക്ക് മസ്തിഷ്കത്തിലേക്കും കൈമാറിയിട്ട് നമുക്ക് വേദന അനുഭവമാകുന്നു. ഓക്കെ, അണുബാധ അല്ലെങ്കിൽ കലകൾക്കുണ്ടാവുന്ന ക്ഷതം മൂലം ശരീരം സൈറ്റോകൈനുകൾ, കീമോകൈനുകൾ തുടങ്ങിയ തന്മാത്രകൾ ഉൽപ്പാദിപ്പിക്കുന്നു. ഇവയും വേദന ഉളവാക്കുന്നു. അതായത് നമുക്ക് ഒരു അണുബാധ അല്ലെങ്കിൽ നമ്മുടെ കലകൾക്ക്, നമ്മുടെ ടിഷ്യൂസിന് ഉണ്ടാവുന്ന ക്ഷതം മൂലം ശരീരം എന്ത് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്? സൈറ്റോകൈനുകൾ, കീമോകൈനുകൾ എന്ന് പറഞ്ഞിട്ടുള്ള തന്മാത്രകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ആ രണ്ട് തന്മാത്രകളും എന്ത് ചെയ്യുന്നുണ്ട്? വേദന ഉളവാക്കുന്നുണ്ട്. നമ്മുടെ ശരീരം എന്താണ്? അണുബാധ അല്ലെങ്കിൽ കലകൾക്കുണ്ടാകുന്ന ക്ഷതം മൂലം ഉൽപ്പാദിപ്പിക്കുന്ന തന്മാത്രകൾ ഏതാണ്? സൈറ്റോകൈനുകളും കീമോകൈനുകളും. പെരിഫറൽ നാഡിക്ക് കേടുപാടുകൾ സംഭവിക്കുന്ന ന്യൂറോപ്പതി പോലുള്ള അവസ്ഥകളിലും വേദന അനുഭവപ്പെടും. എന്താണ്? നമ്മുടെ പെരിഫറൽ നാഡിക്ക് കേടുപാടുകൾ സംഭവിക്കുന്ന ന്യൂറോപ്പതി പോലുള്ള ആ ഒരു അവസ്ഥയിൽ നമുക്ക് വേദന അനുഭവപ്പെടും. അപ്പോൾ വേദന എന്താണെന്നും നോസിസെപ്ഷൻ, വേദന തിരിച്ചറിയുന്ന പ്രവർത്തനം നോസിസെപ്ഷൻ ആണ്. ചൂടുള്ള പാത്രത്തിൽ തൊടുമ്പോൾ അനുഭവപ്പെടുന്ന വേദനയാണ് നോസിസെപ്റ്റീവ് പെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ ഒരു സംവേദന ന്യൂറോൺ അല്ലെങ്കിൽ വേണ്ട നോസിസെപ്റ്റർ എന്ന് എഴുതിയാൽ മതി. നോസിസെപ്റ്റർ എന്ത് ചെയ്യുന്നു? ഇവിടെ നോസിസെപ്റ്റർ ആവേഗങ്ങളെ സുഷുമ്നാ നാഡിയിലേക്കും പിന്നീട് മസ്തിഷ്കത്തിലേക്കും കൈമാറിയിട്ടാണ് വേദന അനുഭവമാവുന്നത്. നമ്മുടെ ശരീരം എന്ത് ചെയ്യുന്നുണ്ട്? രണ്ട് തന്മാത്രകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതെപ്പോഴാണ്? അണുബാധ അല്ലെങ്കിൽ നമ്മുടെ കലകൾക്ക് ഉണ്ടാകുന്ന ക്ഷതം മൂലം ശരീരം രണ്ട് തന്മാത്രകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ആ തന്മാത്രകളാണ് സൈറ്റോകൈനുകളും കീമോകൈനുകളും. അവയും വേദന ഉളവാക്കുന്നുണ്ട്. പിന്നെ അവിടെ പെരിഫറൽ നാഡിക്ക് എന്തെങ്കിലും കേടുപാടുകൾ സംഭവിക്കുന്ന ഒരു ന്യൂറോപ്പതി പോലുള്ള അവസ്ഥകളിൽ എന്തുണ്ട്? നമുക്ക് വേദന അനുഭവപ്പെടുന്നുണ്ട്. ഇതൊന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അടുത്തത് നമ്മൾ നോക്കുന്നത് സംവേദന വൈവിധ്യം ജീവികളിൽ. മറ്റു ജീവികളിലുള്ള സംവേദന വൈവിധ്യമാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് അമീബ ബാക്ടീരിയ. അമീബയിൽ അല്ലെങ്കിൽ ബാക്ടീരിയയിൽ ചുറ്റുപാടിലെ രാസവസ്തുക്കളുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് അവയ്ക്കെതിരെ നീങ്ങുന്നുണ്ട്. അമീബയിലും ബാക്ടീരിയയിലുള്ള ഒരു സെൻസേഷനാണ് എന്ത്? ചുറ്റുപാടിലെ അതിൻ്റെ ചുറ്റുപാടുള്ള രാസവസ്തുക്കളുടെ ആ ഒരു സാന്നിധ്യം തിരിച്ചറിഞ്ഞിട്ട് അവയ്ക്കെതിരെ നീങ്ങുന്നുണ്ട്. പിന്നെയുള്ളത് യൂഗ്ലീനിയാണ്. യൂഗ്ലീനി എന്താണ്? പ്രകാശം തിരിച്ചറിയാനും അതിന് നേർക്ക് നീങ്ങാനും ഐസ്പോട്ട് സഹായിക്കുന്നുണ്ട്. എന്താണ്? പ്രകാശം തിരിച്ചറിയാൻ, യൂഗ്ലീനിയെ പ്രകാശം തിരിച്ചറിയാനും അതിന് നേർക്ക് നീങ്ങാനും ഐസ്പോട്ട് സ്റ്റിഗ്മ വഴി ഐസ്പോട്ട് എന്ത് ചെയ്യുന്നുണ്ട്? സഹായിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെയുള്ളത് ഷഡ്പദങ്ങളാണ്. ഷഡ്പദങ്ങളിൽ ഒമാറ്റീഡിയയാൽ നിർമ്മിച്ചിരിക്കുന്ന സംയുക്ത നേത്രം. ഷഡ്പദങ്ങളിലെ ഈച്ചയിൽ അങ്ങനത്തെ ഷഡ്പദങ്ങളില്ലേ, അതിലുള്ള നേത്രം, അവരുടെ കണ്ണ് സംയുക്ത നേത്രങ്ങളായിരിക്കും. കുഞ്ഞു കുഞ്ഞു കുറേ കണ്ണുകൾ കൂടിച്ചേർന്നായിരിക്കും, കുറേ നേത്രങ്ങൾ കൂടിച്ചേർന്നായിരിക്കും. അതാണ് സംയുക്ത നേത്രം എന്ന് പറയുന്നത്. അവരുടെ ആ സംയുക്ത നേത്രം നിർമ്മിച്ചിരിക്കുന്നത് ഒമാറ്റിഡിയയിലാണ്. ഒമാറ്റിഡിയയിലാൽ നിർമ്മിച്ചിരിക്കുന്ന സംയുക്ത നേത്രമുണ്ട്. അതാണ് അവരുടെ ഒരു സെൻസേഷൻ. പിന്നെ ഗന്ധവും സ്പർശവും തിരിച്ചറിയാൻ സഹായിക്കുന്ന ആന്റിന. അവരിൽ ഗന്ധം, മണം, പിന്നെ സ്പർശം, ടച്ചൊക്കെ തിരിച്ചറിയാൻ സഹായിക്കുന്ന ആന്റിനയും ഉണ്ട്. അടുത്തത് വവ്വാലില് ചെവികളും പ്രത്യേക തരത്തിലുള്ള ഇക്കോ ലൊക്കേഷൻ അവയവമുണ്ട്. ചെവികളും പ്രത്യേക തരത്തിലുള്ള ഇക്കോ ലൊക്കേഷൻ അവയവമുണ്ട്. ഇത് ഇരപിടിക്കാനും സഞ്ചരിക്കാനും സഹായിക്കുന്നുണ്ട്. വവ്വാലിൽ ഇരപിടിക്കാനും സഞ്ചരിക്കാനും സഹായിക്കുന്നത് ചെവികളും പ്രത്യേക തരത്തിലുള്ള ഇക്കോ ലൊക്കേഷനുകളുമാണ്. ഇനി പരുന്തില് കാഴ്ചശക്തി കൂടിയ കണ്ണുകള്, വളരെ ദൂരെയുള്ള കാഴ്ചകൾ തിരിച്ചറിയാനും അൾട്രാവയലറ്റ് രശ്മികളെ തിരിച്ചറിയാനുള്ള സംവിധാനങ്ങളുമുണ്ട്. പരുന്തില് കാഴ്ചശക്തി കൂടിയിട്ടുള്ള കണ്ണുകള്, വളരെ ദൂരെയുള്ള കാഴ്ചകൾ തിരിച്ചറിയാൻ. നമുക്കറിയാം പരുന്ത് മേലെ നിന്ന് താഴെയുള്ള കുഞ്ഞിനെ തിരിച്ചറിയുന്നില്ല, എന്നിട്ട് റാഞ്ചിക്കൊണ്ട് പോകുന്നുണ്ട്. അതായത് വളരെ ദൂരെയുള്ള കാഴ്ചകൾ തിരിച്ചറിയാനും അൾട്രാവയലറ്റ് രശ്മികൾ തിരിച്ചറിയാനുള്ള സംവിധാനങ്ങൾ പരുന്തിലുണ്ട്. പാമ്പിലോ ഗന്ധം തിരിച്ചറിയുന്നതിന് ജേക്കബ്സൺസ് അവയവം സഹായിക്കുന്നു.
പരുന്തില് ഗന്ധം തിരിച്ചറിയുന്നതിന് ആര് സഹായിക്കുന്നുണ്ട്? ജേക്കബ്സൺസ് അവയവം സഹായിക്കുന്നുണ്ട്. നായയില് സംവേദനക്ഷമത കൂടിയ ഗന്ധഗ്രാഹികള് 300 ദശലക്ഷം. ഇതാണ് സംവേദനക്ഷമ കൂടിയിട്ടുള്ള ഗന്ധഗ്രാഹികൾ കാണപ്പെടുന്നുണ്ട്. ഇവിടുന്ന് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിച്ചോ. 1 മാർക്കിനോ 2 മാർക്കിനോ ആയിരിക്കും. നിങ്ങൾക്ക് ഒന്നെങ്കിൽ യൂഗ്ലീനെ തന്നിട്ട് അതിലുള്ള ഒരു സംവേദനം വൈവിധ്യം ചോദിച്ചാൽ, അല്ലെങ്കിൽ നിങ്ങളോട് വേണമെങ്കിൽ ചോദിക്കാം എന്താണ് ഷഡ്പദങ്ങളിൽ സംയുക്ത നേത്രം നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഒമാറ്റിഡിയ. അല്ലെങ്കിൽ ഷഡ്പദങ്ങൾ ഗന്ധവും സ്പർശവും തിരിച്ചറിയാൻ സഹായിക്കുന്നത് എന്താണ്? ആൻറ്റിന. പിന്നെ ഈ പാമ്പ് നോക്കണം നിങ്ങൾ. പാമ്പ് ഗന്ധം തിരിച്ചറിയുന്നതിന് പാമ്പിനെ സഹായിക്കുന്ന അവയവം ഏതാണ്? ജേക്കബ്സൺസ് ആണ്. ഓക്കെ. പിന്നെ നമ്മുടെ വവ്വാലിന് ഇരപിടിക്കാനും സഞ്ചരിക്കാനും സഹായിക്കുന്നത് ചെവികളും പ്രത്യേക തരത്തിലുള്ള ഇക്കോ ലൊക്കേഷൻ അവയവങ്ങളാണ്. അമീബിയും ബാക്ടീരിയയും വലിയ ഇമ്പോർട്ടൻ്റ് ഇല്ല. യൂഗ്ലീനയിലെ ആ ഒരു ഐസ്പോട്ട് അത് ഓർത്ത് വെക്കണം. ഷഡ്പദത്തിലുള്ള ഒമാറ്റിഡിയ, പിന്നെ അതിൻ്റെ ആൻറ്റിന, പാമ്പിലുള്ള ജേക്കബ്സൺസ്, വവ്വാലിലുള്ള ആ ഒരു ചെവികളും പ്രത്യേക ഇക്കോ ലൊക്കേഷനുകളും സഹായിക്കുന്നുണ്ട്. പിന്നെ സംവേദനക്ഷമത കൂടിയ ഗന്ധഗ്രാഹികൾ ഏതിലുണ്ട്? നായയിൽ കാണപ്പെടുന്നുണ്ട്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്തായാലും 1-2 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഹൈ ലെവലിലുള്ള ഒരു മാർക്കിൽ ഇവിടുന്ന് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കുക. അതുകൊണ്ട് ഇത് മനസ്സിലാക്കി വെക്കുക. ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസ് ആയിട്ട് ചോദിക്കാം. അടുത്തത് ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. സസ്തനികളിൽ ആനകളിലാണ് ഗന്ധം തിരിച്ചറിയാനുള്ള ജീനുകൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. സസ്തനികളിൽ ആനകളിലാണ് ഗന്ധം മണം തിരിച്ചറിയാനുള്ള ജീനുകൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. ഏകദേശം 2000 എങ്കിലും ഉണ്ടാവും ആ ഒരു ഗന്ധം തിരിച്ചറിയാനുള്ള ജീന്. മനുഷ്യരിൽ അത് 400 എണ്ണമേ ഉള്ളൂ. ഭക്ഷണത്തിനായിട്ട് ഈ ആനകൾ പ്രധാനമായിട്ട് ആശ്രയിക്കുന്നത് ഗന്ധത്തെയാണ്, കാഴ്ചയെ അല്ല. അപ്പോൾ സസ്തനികളിലെ ആനകളിലാണ് ഗന്ധം തിരിച്ചറിയാനുള്ള ജീനുകൾ ഏറ്റവും കൂടുതൽ. 2000 ഉണ്ട്. മനുഷ്യരിൽ അത് 400 ഉള്ളൂ. പിന്നെ ഇവർ ഭക്ഷണത്തിനായിട്ട് പ്രധാനമായിട്ട് ആശ്രയിക്കുന്നത് എന്താണ്? ഗന്ധത്തെയാണ്, ഒരിക്കലും കാഴ്ചയെ അല്ല. 19 കിലോമീറ്റർ അകലെ ഇന്നുപോലും അവയ്ക്ക് എന്ത് കണ്ടെത്താൻ പറ്റും? ജലത്തിന്റെ സാന്നിധ്യം കണ്ടെത്താൻ വേണ്ടി കഴിയും. 19 കിലോമീറ്റർ അകലെ നിന്ന് തുമ്പിക്കൈ ഉപയോഗിച്ച് നിലത്ത് നിന്ന് കമ്പനം തിരിച്ചറിയാനാവും. അതിനൊരു തുമ്പിക്കൈ ഉണ്ടല്ലോ, അത് ഉപയോഗിച്ചിട്ട് നിലത്ത് നിന്ന് കമ്പനം തിരിച്ചറിയാനും കഴിയും. ഓക്കെ, ഇത്രയാണ് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇതിൽ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞ കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കുക. ബാക്കി ഭാഗങ്ങളൊക്കെ നോക്കി വെക്കുക. ഇതിൽ നിന്നുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻസും ആ ഒരു വീഡിയോസൊക്കെ പെട്ടെന്ന് തന്നെ ലഭിക്കാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്